എല്ലാവർക്കും സാദര നമസ്കാരം. നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ മനോഹരമായ അവതരണം, പാരായണം, വളരെ ആഴത്തിലുള്ള പ്രഭാഷണം, അർത്ഥവത്തായ നമ്മുടെ ഭൗതിക തലത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് രാമസംവാദം. താരയോടുള്ള ഉപദേശങ്ങളെല്ലാം നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ നമ്മുടെ വേദാന്ത തലത്തിലുള്ള ചർച്ചകളാണ് അവിടെ നടത്തുന്നത്. ഏറ്റവും സാധാരണക്കാരനായ ഗുഹനെ കെട്ടിപ്പിടിച്ച് ശബരി കഴിക്കുന്ന പഴത്തിനൊപ്പം കഴിക്കുവാൻ കഴിയുന്ന രാമൻ തന്നെ അതിഗുഹ്യമായ ഉപദേശങ്ങളെയും നൽകുവാൻ രാമന് കഴിയും. അത് എല്ലാ തലത്തിലുള്ള ആളുകളെയും കൈകാര്യം ചെയ്യുന്നവനാണ് ഒരു വേദാന്തി. ഒരു വേദാന്തിയെ സംബന്ധിച്ച് നമ്മൾ പറയും അയാൾ ആരോടും മിണ്ടില്ല, അയാൾ വലിയ ബുദ്ധിജീവിയാണ് എന്ന് പറഞ്ഞാൽ ബുദ്ധിജീവി ആയിരിക്കാം, പക്ഷെ വേദാന്തിയല്ല. വേദാന്തിക്ക് ഒരു കുഞ്ഞിനെയും കൈകാര്യം ചെയ്യും, ഒരു മഹാബുദ്ധിമാനെയും കൈകാര്യം ചെയ്യാൻ കഴിയും. ഇവിടെ നമ്മൾ ഏറെ രാമൻ പഴികേട്ട ഒരു സംഭവമായിരുന്നു ഈ ബാലിയെ ഇങ്ങനെ കൊല്ലാൻ പാടുണ്ടോ എന്നൊക്കെ. പക്ഷെ ആ കാര്യം ബാലിക്ക് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ബാലി മരിക്കുന്നത്. ബാലി തന്റെ വിശിഷ്ടമായ വൈഡൂര്യമാല ഊരിയിട്ട് സുഗ്രീവന്റെ കഴുത്തിലിട്ട് കൊടുത്ത് അങ്കദനെ അടുത്തേക്ക് വിളിച്ച് വാൽമീകി രാമായണത്തിൽ പറയുന്ന രംഗം വളരെ ഹൃദയസ്പർശിയാണ്. അതായത് ഇളയച്ചനായിരിക്കും രാജാവ്, അനുസരിച്ച് ജീവിച്ചു കൊള്ളണം എന്ന സന്ദേശമാണ് തന്റെ മകനായ അങ്കദന് കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ട് അച്ഛൻ മരിച്ചാൽ മകനായിരിക്കും രാജാവ്, രാജാവായ അച്ഛൻ മരിച്ചാൽ മകനായിരിക്കും രാജാവ്, പക്ഷേ നിന്റെ ഇളയച്ചനായിരിക്കും രാജാവ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ ബാലി, സുഗ്രീവൻ, ഹനുമാൻ, ഈ മൂന്ന് പേരെ നമ്മൾ പരിചയപ്പെടുമ്പോൾ നമ്മുടെ ഹനുമാൻ സ്വാമിക്ക് നമ്മൾ ലോകം മുഴുവൻ അമ്പലുണ്ടാക്കി. ബാലിക്കും സുഗ്രീവനും നമ്മൾ എവിടെയെങ്കിലും അമ്പലുണ്ടാക്കിയത് എൻ്റെ അറിവിലില്ല. ഇനി അത്യാവശ്യം എവിടെയെങ്കിലും കണ്ടേക്കാം. ബാലിയും സുഗ്രീവനും ഹനുമാനും വാനരകുലത്തിൽ ജനിച്ചതാണ്. പക്ഷെ ഒരാൾ ശ്രീരാമന്റെ ഉത്തമ ഭക്തനായി. മറ്റു രണ്ട് സഹോദരങ്ങൾ പരസ്പരം കലഹിച്ചു. അവർക്ക് പരസ്പരം സംശയമുണ്ടായിരുന്നു. മായാവിയുമായുള്ള യുദ്ധത്തിൽ രക്തം പുറത്തേക്ക് വന്നാൽ ഞാൻ മരിച്ചതായിട്ട് നീ സങ്കല്പിക്കൂ സുഗ്രീവ, എന്നിട്ട് മായാവിക്ക് രക്ഷപ്പെടുവാൻ അവസരം കൊടുക്കാതെ നീ ഗുഹയുടെ വാതിൽ അടക്കണം. ഇതായിരുന്നു മായാവിയുമായിട്ടുള്ള സംഘർഷത്തിലുണ്ടായ കണ്ടീഷൻ. അതിനു മുമ്പ് ദുന്ദുബിയെ കൊല്ലുന്നുണ്ട് ബാലി. ഇങ്ങനെ ആ മരണം മായാവിയുടെ മരണത്തിലാണ് കലാശിച്ചത്. പക്ഷേ മായാവി എന്നുള്ള പേര് തന്നെ നമ്മുടെ വാരീജനെ പോലെ രക്തം പുറത്തേക്ക് ഒഴുകി. ഇത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് സുഗ്രീവന് വാതിലടക്കുന്നതിന് മുമ്പ് ഒരു തീരുമാനം എടുക്കാമായിരുന്നു. ഇത് ജ്യേഷ്ഠന്റെ രക്തം തന്നെയാണോ? ജ്യേഷ്ഠനെ അങ്ങനെ കൊല്ലുവാൻ ദുന്ദുബിയെ കൊന്ന് ആ ദുന്ദുബിയുടെ മൃതശരീരം ഋഷ്യമുഖാജലത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അതൊരു മഹർഷിയുടെ മേൽ പോയി വീണപ്പോഴാണ് നിനക്ക് ഈ മലയിൽ കയറിയാൽ നിന്റെ തല പൊട്ടി തെറിച്ചു പോകട്ടെ എന്ന് ശാപം കിട്ടിയത്. അങ്ങനെയാണത് ബാലി കയറാ മലയായിട്ട് പിന്നീട് മാറുന്നത്. അപ്പൊ ഈ മായാവിയുടെ ജ്യേഷ്ഠനെ കൊല്ലുവാൻ കപ്പാസിറ്റി ഉള്ള എൻ്റെ ജ്യേഷ്ഠനെ ഇത്ര അനായാസേന മായാവി കൊന്നു എന്ന് പറയുമ്പോൾ ഇത് ശരിയായിരിക്കുമോ എന്ന് രണ്ടാമതൊന്നുകൂടി ചിന്തിക്കാമായിരുന്നു. പക്ഷെ വാതിലടച്ചു. ഗുഹയുടെ കവാടം വലിയ പാറക്കല്ല് ഉപയോഗിച്ച് അടച്ചു. പക്ഷെ ബാലി ആയതുകൊണ്ട് ചവിട്ടി തെറിപ്പിച്ചു പോന്നു. എന്നാൽ ബാലിക്കും ചിന്തിക്കാമായിരുന്നു, എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന എൻ്റെ അനുജൻ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. പക്ഷെ കാരണം കേൾക്കാനൊന്നും ബാലി നിന്നില്ല. കിഷ്കിന്ധയിൽ ചെന്ന് നോക്കുമ്പോൾ സിംഹാസനത്തിലിരിക്കുന്ന സുഗ്രീവനെ കണ്ടതും തൻ്റെ കോപം അങ്ങോട്ട് ഇരട്ടിച്ച ബാലി തല്ലി ഓടിക്കുകയാണ്. അവസാനമാണ് ഋഷ്യമുഖാജലത്തിൽ അഭയം പ്രാപിക്കുന്നത്. നോക്കൂ, ഇവിടെ രണ്ട് സഹോദരങ്ങൾക്കിടയിൽ ഒരു സംശയം മാത്രമാണ് ഉണ്ടായത്. ഈ സംശയമാണ് പല രോഗങ്ങളുടെയും കാരണം, പല കുടുംബങ്ങളുടെയും ശൈഥില്യത്തിന് കാരണം. അപ്പൊ ഈ സംശയം എന്ന് പറയുന്നത് രോഗമായി വളരുന്ന ഒന്നാണ്. അപ്പൊ അതിന് തുടക്കത്തിലെ ട്രീറ്റ്മെന്റ് വേണം. നമ്മുടെ പ്രബോധ കൗൺസിലേഴ്സ് അതാണ് ചെയ്യുന്നത്. അപ്പോ ഈ അന്നൊരു കൗൺസിൽ നടത്തിയിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഈ ബാലിയുടെ പ്രശ്നവും സുഗ്രീവന്റെ പ്രശ്നമൊക്കെ പരിഹരിക്കാമായിരുന്നു. പക്ഷെ ഒരു കൗൺസിലിങ്ങിനും നമ്മൾ പറയാറുണ്ട് ക്രോധാത് ഭവതി സമൂഹ, ക്രോധത്തിൽ നിന്ന് സമൂഹ അറിവില്ലായ്മ, സമൂഹാത് സ്മൃതി വിഭ്രമ, അറിവില്ലായ്മയിൽ നിന്ന് ഓർമ്മക്കുറവ്. ഇതുകൊണ്ടാണ് ഈ വെറുപ്പ് പിടിച്ചാൽ പരിസര ബോധം മറന്നു പോകുന്നത്. നമ്മളെല്ലാം മറന്നു പോകും, അലറി വിളിക്കും, അല്ലേ? അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. എന്തുകൊണ്ടാ? ഈ ക്രോധം നമ്മുടെ ഓർമ്മശക്തിയെയും ബുദ്ധിശക്തിയെയും ആകപ്പാടെ താറുമാറാക്കി കളയുന്നു. അങ്ങനെ കോപാകുലനായി മാറിയ സുഗ്രീവനാണ് ഋഷ്യമുഖാജലത്തിലേക്ക് ബാലിയാണ് ഋഷ്യമുഖാജലത്തിലേക്ക് സുഗ്രീവനെ ആട്ടി ഓടിക്കുന്നത്. എന്തുകൊണ്ടാണ് ബാലിയെ കൊല്ലാനുള്ള കാരണം? ബാലിയുടെ ഭാര്യക്ക് ഇല്ലാത്ത എന്ത് മഹത്വമാണ് താരയ്ക്കുള്ളത്? കാരണം ബാലിയുടെ മരണത്തിന് ശേഷം താര സുഗ്രീവനെ കല്യാണം കഴിക്കുന്നുണ്ട്.
കല്യാണം കഴിക്കുന്നതെന്ന് മാത്രമല്ല, അതിലിങ്ങനെ രമിച്ചു നിന്ന് മദ്യപിച്ച് കൂത്താടുന്ന സമയത്താണ് ലക്ഷ്മണൻ വീണ്ടും ചെല്ലുന്നത്. എന്നിട്ട് ലക്ഷ്മണൻ പറയുന്നുണ്ട്, നിന്റെ ജ്യേഷ്ഠനെ കൊന്ന അമ്പ് ബാക്കിയുണ്ട് രാമന്റെ കയ്യിൽ നിന്ന്. അപ്പോഴാണ് ഇയാൾക്ക് കർത്തവ്യ ബോധ്യം വരുന്നത്. രാമനുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ട്, സീതയെ കണ്ടെത്തുവാൻ സഹായിക്കും, പകരം നിന്റെ ഭാര്യയുടെ സമ്മതമില്ലാതെ സ്പർശിച്ച് ബലാത്കാരേണ വിവാഹം ചെയ്ത ബാലിയെ ഞാൻ ഇല്ലാതാക്കും. അപ്പൊ ഇവിടെ രാമൻ ബാലിയെ കൊല്ലുവാനുള്ള കാരണം ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ അവരുടെ ശരീരത്തിൽ സ്പർശിച്ചാൽ പഴശ്ശി രാജാവ് പോലും തലവെട്ടിയിരുന്ന കാലഘട്ടമായി. 700 വർഷം മുമ്പല്ലേ? പഴശ്ശിയുടെ കാലഘട്ടം 100-200 വർഷം മുമ്പാ. ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ അവരുടെ ശരീരത്തിൽ സ്പർശിക്കരുത്. ഇപ്പൊ 18 വയസ്സിന് ശേഷമുള്ള ഒരു സ്ത്രീക്ക് സമ്മതപ്രകാരം ഏതൊരു പുരുഷന്റെയും കൂടെ പോവാം. 21 വയസ്സ് പൂർത്തിയായ പുരുഷനും ഇത് ബാധകമാണ്. ഇന്ന് സമ്മതമില്ലാതെ 18 വയസ്സിന് ശേഷമോ ഇനി 90 വയസ്സുള്ള മുത്തശ്ശിയുടെ ശരീരത്തിൽ സ്പർശിച്ച പോലും അത് ക്രൈമാണ്. നമ്മുടെ നാട്ടിൽ ഇന്നത് ക്രൈമാണ്. മാത്രമല്ല അതിന് വലിയ ജയിൽ ശിക്ഷയുമുണ്ട്. അപ്പൊ ഇവിടെ ഒരു കാരണവശാലും സമ്മതമില്ലാതെയാണ് സുഗ്രീവന്റെ ഭാര്യയുടെ ശരീരത്തിൽ സ്പർശിക്കുന്നതും അവളെ ബലാത്കാരേണ വിവാഹം ചെയ്യുന്നതും. എന്നാൽ താര സുഗ്രീവനെ കല്യാണം കഴിക്കുന്നത് പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ്. അപ്പൊ ഏട്ടന്റെ ഭാര്യയെ കല്യാണം കഴിക്കാമെന്ന് ചോദിച്ചാൽ മനുഷ്യകുലത്തിൽ പറ്റില്ല. വാനരകുലത്തിൽ നിയമവും നമുക്കറിയില്ലല്ലോ, ഇത് വാനരന്മാരുടെ കുലാണല്ലോ. മാത്രമല്ല ഈ തമിഴ്നാട്ടിൽ അമ്മാവൻ കല്യാണം കഴിക്കും അല്ലേ? അത് നമ്മുടെ നാട്ടിലുണ്ടോ? അമ്മാവൻ നമ്മുടെ നാട്ടിൽ കുട്ടിയെ കല്യാണം കഴിക്കില്ല. അപ്പൊ ഓരോ നാട്ടിലെ ആചാരങ്ങൾക്ക് വൈവിധ്യമുണ്ട്. അതുകൊണ്ട് ആത്യന്തികമായിട്ട് ഈ ആചാരമാണ് ശരി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ജ്യേഷ്ഠന്റെ അമ്മയെ ജ്യേഷ്ഠത്തി അമ്മ എന്ന സങ്കല്പം അത് വലിയ ഉദാത്തമായ ഒരു സങ്കല്പമാണ്. ഇപ്പൊ പണ്ട് നമ്മുടെ കൂട്ടുകുടുംബം, ഈ കുടുംബത്തിൽ 5-6 മക്കളുണ്ടാവും. ഇവരെല്ലാവരും 1 വയസ്സിന്റെ 1.5 വയസ്സിന്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കുടുംബത്തിലെ മൂത്ത ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചിട്ട് ഒരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ അവൾ യുവതിയായിരിക്കും. അപ്പൊ ഈ മൂത്ത ജ്യേഷ്ഠനും ഏറ്റവും ഇളയ അനുജനും തമ്മിൽ ഒരു 5 വയസ്സിന്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പൊ യുവാക്കളുടെ ഒരു നീണ്ട നിര തന്നെയുള്ള ഒരു കുടുംബത്തിലേക്ക് ഒരു യുവതി കയറി വരുമ്പോൾ ഇതൊരു യുവതിയാണ് എന്ന സങ്കല്പമാണ് ബാക്കിയുള്ളവർ വെച്ച് പുലർത്തുന്നതെങ്കിൽ കുഴപ്പം തന്നെയാണ്. മറിച്ച് ഇത് ജ്യേഷ്ഠന്റെ ഭാര്യ അമ്മയാണ്, ഇത് സങ്കല്പമാണ്. ഇത് ഇങ്ങനെയുള്ള സങ്കല്പങ്ങളാണല്ലോ ശിലയെ നമ്മൾ ഗണപതിയായിട്ട് കാണുന്നത്. അതുകൊണ്ടാണോ വിശേഷേണ ഗ്രാഹയതി വിഗ്രഹ. ഏതോ ക്വാറിയിൽ കിടന്ന കല്ല് ഭഗവാൻ ശ്രീകൃഷ്ണനാകുമ്പോൾ ശ്രീരാമനാകുമ്പോൾ അതിനെ മുന്നിൽ ചെന്ന് നാം നമസ്കരിക്കുന്നത് ഇത് കല്ലാണെന്ന് ഹിന്ദുക്കൾക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. നമ്മുടെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച ഏതെങ്കിലും ദൈവം നമ്മളോട് സംസാരിച്ചിട്ടുണ്ടോ? ഇത് കല്ല് തന്നെയാണ്. പക്ഷേ ക്വാറിയിൽ കിടന്ന കല്ല് കൃഷ്ണശിലയെ ഭഗവാനാക്കി രൂപാന്തരം പ്രാപിച്ച് അഷ്ടബന്ധ കലശത്തിൽ ഉറപ്പിച്ച് തന്ത്രശാസ്ത്ര വിധിപ്രകാരം തന്ത്രിവര്യൻ പ്രാണപ്രതിഷ്ഠയെ ചെയ്ത് ശാന്തിക്കാരൻ ശാന്തികർമ്മങ്ങൾ ചെയ്ത് അതിന്റെ തേജസ്സിനെ വർദ്ധിപ്പിച്ചപ്പോൾ അതിന് ഹിന്ദുക്കൾ ഒരു പേര് കൊടുത്തിട്ടുണ്ട്, വിശേഷേണ ഗ്രാഹയതി ഇതി വിഗ്രഹ. ഒരു വസ്തുവിലൂടെ നിങ്ങൾ പരമമായ ഒരു തത്വത്തെ അറിയുന്നുവെങ്കിൽ അതിന്റെ പേരാകുന്നു വിഗ്രഹം. അങ്ങനെ ഒരുപാട് തത്വങ്ങളെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ തരുന്ന രാമായണത്തിലെ കിഷ്കിന്ധാകാണ്ഡത്തെ വളരെ മനോഹരമായിട്ട് പ്രഭാഷക വൈവിധ്യമാർന്ന തലത്തിലാണ് അവതരിപ്പിച്ചത്. അപ്പൊ അവിടെ താരയുടെ ചോദ്യങ്ങൾ, ദുഃഖ സമയത്താണ് പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. സുഖം ഉണ്ടാകുമ്പോൾ പല ചോദ്യങ്ങളും നമ്മളോട് മറന്നുപോകും. ബാലി മരിച്ചതിന് ശേഷമാണ് താരക്ക് സങ്കടം തീരുന്നില്ല. ഈ സങ്കടത്തിൽ അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ കണ്ണൊഴുക്ക് എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് അല്ലേ? മരിച്ചു കഴിഞ്ഞാൽ ഒരു 5-10 ദിവസം നാട്ടുകാർ മൊത്തം വരും, കുടുംബക്കാർ മൊത്തം വരും. പിന്നെ ഈ 16-ാം ദിവസമൊക്കെ ആളുകൾ മൊത്തം അങ്ങോട്ട് പോകും. അപ്പൊ സത്യത്തിൽ നമ്മൾ ഒറ്റപ്പെടുക ഒരു 16-നൊക്കെ ശേഷം. ഇപ്പൊ വയനാട്ടിൽ ദുരന്തം ഉണ്ടായി. ഇപ്പൊ അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള സേവനങ്ങളും കൗൺസിലേഴ്സും ഒക്കെ ഉണ്ട്. നമ്മുടെ കൗൺസിലിംഗ് ടീം ഇന്ന് അവിടെ പോയിരുന്നു. അപ്പൊ അവരെ 4-5 പേരുണ്ടായിരുന്നു. അപ്പൊ അവിടെയുള്ള ആൾ പറഞ്ഞു ഇപ്പൊ ഒരു 10-30 കൗൺസിലേഴ്സ് ഓരോ ക്യാമ്പിലും ഉണ്ട്. പക്ഷെ ഒരു മാസം കഴിഞ്ഞാൽ ആരുണ്ടാകും എന്നതാണ് ചോദ്യം. അപ്പൊ താരയെ സംബന്ധിച്ച് ആദ്യത്തെ ദുഃഖം വളരെ വലുതായിരുന്നു. ഈ ദുഃഖത്തിന് നിർവാഹം എങ്ങനെയാണ്? നല്ല വാക്കുകളാണ്. ഇപ്പൊ നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ നമ്മുടെ വീട്ടിൽ മരിച്ചുപോയി. നമ്മൾ നെഞ്ചത്തടിച്ച് നിലവിളിച്ചത് കൊണ്ട് മരിച്ചാൽ തിരിച്ചു വരില്ലല്ലോ. കാരണം നിങ്ങൾ മരിക്കും, ഞാനും മരിക്കും, പുൽക്കൊടി മുതൽ ബ്രഹ്മാവ് വരെ മരിക്കും. ജാതസ്യ ധ്രുവവും മൃത്യു ധ്രുവം ജന്മ മൃതസ്യ തസ്മാത പരിഹാരാർത്ഥീനത്വം ശോചിതും അർഹസി എന്ന് ഗീതയിൽ കൃത്യമായിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മരണം എല്ലാവർക്കും, ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റു എന്നത് സത്യമാണ്, നാളെ രാവിലെ എഴുന്നേൽക്കൂ എന്നത് വിശ്വാസമാണ്. ഇന്നലെ നമുക്കൊപ്പം ഉറങ്ങാൻ കിടന്ന 800 കോടി ആളുകളിൽ 60,000 ആളുകൾ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ടില്ല. മിനിഞ്ഞാന്ന് രാത്രി നമുക്കൊപ്പം ഉറങ്ങാൻ കിടന്ന നമ്മുടെ സഹോദരങ്ങളിൽ 10-200 പേർ മണ്ണിനടിയിൽ ആയിപ്പോയി. അപ്പൊ നമ്മൾ എന്താണ് അടുത്ത നിമിഷം സംഭവിക്കുക എന്ന് നമ്മുടെ ജീവിതത്തിൽ ആർക്കും പ്രവചിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ
മരണം വല്ലാത്ത ആ വേർപാട് നമുക്ക് വല്ലാത്ത ദുഃഖത്തെ ഉണ്ടാക്കും. നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ മരിക്കുമ്പോൾ ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി എന്ന് പറയാറുണ്ട്. ഇന്നത്തെ പത്രം നമ്മൾ വായിച്ചിട്ട് ചരമകോളം കണ്ടിട്ടുണ്ടാവില്ലേ? ഈ ചരമകോളത്തിൽ തിരുവനന്തപുരത്ത് ആരൊക്കെയോ മരിച്ചിട്ടില്ലേ? നമ്മൾ വായിച്ചിട്ട് സങ്കടപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടാവില്ലല്ലോ. കാരണം നമ്മളുമായിട്ട് ഒരു ബന്ധമില്ല. ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി. നമുക്ക് ഏത് മരണവും ഏത് വിയോഗവും നമുക്ക് വേദന ഉണ്ടാക്കുന്ന നമ്മളുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ്. ഒരു ദുരന്തത്തിൽ നമ്മൾ മൊത്തത്തിൽ അത് പശ്ചാത്തലം സാമാന്യമുള്ള മരണത്തെ നമ്മൾ ദുഃഖിക്കാത്തതും ശ്രദ്ധിക്കാതെ പോകുന്നതും അത് നമ്മളുമായിട്ട് പ്രിയപ്പെട്ടതല്ല എന്നതുകൊണ്ടാണ്. താരയ്ക്ക് പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചു, എന്നാൽ ആ ഭർത്താവിന്റെ ദേഹവിയോഗത്തിന്റെ ആ ദുഃഖം കുറച്ചു ദിവസങ്ങളെ താരയെ പിന്തുടർന്നുള്ളൂ എന്നതാണ് ഒരു സത്യം. താര വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു, സുഗ്രീവനായിട്ട് കല്യാണം കഴിച്ചു. അതോടുകൂടി എല്ലാം മറന്നു പോകുന്ന താരയെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ താര ഒരു വിദുഷിയായിരുന്നു. താരയുടെ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും വളരെ ഫലപ്രദമായിരുന്നു. അതുകൊണ്ടാവാം പഞ്ചമാതാക്കളിൽ താര വന്നത് എന്നൊക്കെ നമുക്ക് ഊഹിക്കാം. അല്ലാതെ താര ഒരു വലിയ യോഗ്യതയുള്ള സ്ത്രീയായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ജാനകിയെ പോലെ മണ്ഡോദരി, ഇപ്പോ പഞ്ചമാതാക്കൾ മണ്ഡോദരി ഉണ്ട്. മണ്ഡോദരി രാവണന്റെ പത്നിയാണ്. ഭൂലോക സ്ത്രീലമ്പടനായ രാവണന്റെ പത്നിയായിരുന്നിട്ടും പരപുരുഷനെ മനസ്സിൽ ചിന്തിക്കാത്ത സൽഗുണ സമ്പന്നയായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു ആര്? നിങ്ങൾ ഏത് ദുഷ്ടന്റെ ഭാര്യയാണ് എന്നതല്ല ചോദ്യം, നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം സ്ത്രീത്വമുണ്ട് എന്നതാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബാധകമാണത്. അപ്പൊ അവിടെ അങ്ങനെ ഒരു ആളുടെ ഒന്നാമത്തെ പട്ട മഹർഷിയായിട്ട് ജീവിക്കുമ്പോഴും മണ്ഡോദരി എന്ന് പറയുന്ന സ്ത്രീയുടെ ഉന്നതമായ ചിന്തകളും ആ മണ്ഡോദരി എന്ന് പറയുന്ന സ്ത്രീയുടെ ജീവിത നിലവാരവുമാണ് ആ പഞ്ചമാതാക്കളിൽ അവരെ കൊണ്ടുവന്നെത്തുവാനുള്ള കാരണം. ഇങ്ങനെ കിഷ്കിന്ധാകാന്ഡം നമുക്ക് ഒത്തിരി സന്ദേശങ്ങൾ നൽകുമ്പോൾ സംശയം എങ്ങനെയാണ് രണ്ട് സഹോദരങ്ങൾക്ക് ഒരുപാട് നാശത്തെ വിതച്ചത് എന്നും അതുകൊണ്ട് തന്നെ അത് ബാലിയുടെ ദയനീയമായ മരണത്തിന് കാരണമായി എന്നും ആ ബാലിയെ അത് ബോധ്യപ്പെടുത്തുന്നു. മാത്രമല്ല ബാലി കിട്ടിയ വരണ്ട് ആരാണോ ഒന്നാമത്തെ ഫൈറ്റ് ചെയ്യുന്നത് അപ്പൊ പാതി ശക്തി പോവും, രണ്ടാമത്തെ ഫൈറ്റിന് മുഴുവൻ ശക്തിയും പോവും. രാമൻ മുഖാമുഖം നിന്നിട്ടാണെങ്കിൽ ഒന്നാമത്തെ അമ്പിന് രാമന്റെ പാതി ശക്തി പോയി, രണ്ടാമത്തെ അമ്പിന് രാമനായാലും കൃഷ്ണനായാലും ഒറ്റ അടിക്ക് ആര് കൊല്ലും? ബാലി കൊല്ലും. കാരണം ഭസ്മാസുന് വരം കൊടുത്തില്ലേ മഹാദേവൻ. അപ്പോ വിജനമായ ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു. ഞാൻ ആരുടെ തലയിലാണോ കൈവെക്കുന്നത് അവർ ഭസ്മായി പോകുന്നു പറഞ്ഞു. അപ്പം വരമൊക്കെ റെഡിയാണോ ദേവ? ഒക്കെ റെഡിയാണ്, നീ പരീക്ഷിച്ചോളൂ. അപ്പൊ എന്നാ ഭഗവാൻ അവിടെ നിൽക്കൂ, ഭഗവാന്റെ തലയിൽ ഞാൻ കൈവെക്കട്ടെ എന്ന് പറഞ്ഞു. അന്ന് പരമേശ്വരൻ ഓടി രക്ഷപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ചോദ്യം ഭസ്മാസുന് വരം കൊടുത്തതുപോലെ എന്ന്. അപ്പൊ ഈ വരം കൊടുക്കുന്നത് ശിവനാണെങ്കിലും ആ വരം എന്താണോ അത് ശിവനിലും ഫലിക്കപ്പെടും, അത് ഉറപ്പായിട്ടും. അപ്പൊ അതുകൊണ്ട് ഈ വരത്തെ നമ്മൾ മാനിക്കണം, ഈ ശക്തിയെ നമ്മൾ മാനിക്കണം. അങ്ങനെ മാനിക്കുമ്പോൾ മുഖാമുഖം ഫൈറ്റ് ചെയ്യരുത്. അങ്ങനെ മുഖാമുഖം ഫൈറ്റ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശ്രീരാമന് നാശമുണ്ടാകും. ശ്രീരാമന് നാശമുണ്ടായി കഴിഞ്ഞാൽ ധർമ്മത്തിന് നാശമുണ്ടാകും. അതുകൊണ്ട് അധർമ്മിയെ നിഗ്രഹിക്കണമെങ്കിൽ ഈ കഴിയുന്ന തന്ത്രത്തെ ഉപയോഗിക്കണം. കർണനെ കൊല്ലുവാൻ തന്ത്രം തന്നെയാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. കാരണം ആ അവസരത്തിൽ കർണനെ കൊല്ലുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് അർജുന് കർണനെ കൊല്ലുവാൻ കഴിയില്ല. മാത്രമല്ല കർണന്റെ കയ്യിൽ കരുതി വെച്ചിരിക്കുന്നതെല്ലാം അർജുന് നേരെ പ്രയോഗിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് കിഷ്കിന്ധാകാന്ഡം ഒത്തിരി തത്വങ്ങളെ നമുക്ക് പ്രദാനം ചെയ്യുന്നു. എന്തായാലും കാസർഗോഡ് ജില്ലയുടെ രണ്ടാമത്തെ അവസരത്തെ വളരെ സമർത്ഥമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. അവതാരയ്ക്കും പാരായണം ചെയ്തവർക്കും ആഴത്തുള്ള പ്രഭാഷണം നടത്തിയ പ്രഭാഷകയ്ക്കും എല്ലാ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.